എറണാകുളം പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ വായ്പാ ആപ്പിൽ കുരുങ്ങിയാണെന്ന് പോലീസ്. മൊബൈൽ ആപ്പ് വഴി യുവതി വായ്പ എടുത്തിരുന്നുവെന്നും തിരിച്ചടവ് മുടങ്ങിയതോടെ ഭീഷണിയുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നും പരാതിയുണ്ട്. യുവതിയുടെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെയാണ് കണിച്ചാട്ടുപാറ സ്വദേശി ആരതി ആത്മഹത്യ ചെയ്തത്. എൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. എല്ലാം കഴിഞ്ഞൊരു 1 മണി ആയപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്. ഇങ്ങനെ ചേച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു എന്തോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വരുന്നത്. ഞാനപ്പോൾ തന്നെ ബെസോലിയസ് ഹോസ്പിറ്റലിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ പോലീസുകാർ ഫോണെല്ലാം കൊണ്ടുപോയി. അപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പൈസ കണ്ട് ഇത് ചെയ്ത് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോർഫ് ചെയ്യുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കും, അങ്ങനെയുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഫോണിലേക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ചേട്ടൻ വൈഫിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ടെൻഷൻ ആയിട്ട് മാനസിക സമ്മർദ്ദം മൂലമായിരിക്കണം ഇത് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് ഇതിന് ഓൺലൈൻ ഗെയിമാണോ ഓൺലൈനിൽ ലോൺ എടുത്താണോ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ പോലീസുകാരല്ലേ, അവർ ഫോൺ അവരുടെ കയ്യിലാണ്. അക്കൗണ്ടിൽ ഒരു 2.5 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് അത് കണക്ക് കിട്ടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഇസാഫിൽ നിന്ന് ലോൺ, അങ്ങനെ കുറേ പൈസകൾ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ അടുത്ത് ഏകദേശം പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ ആരതിയുടെ ബന്ധുവിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഇത് ഓൺലൈൻ ലോൺ തന്നെയാണോ? അങ്ങനെയെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ? മൊബൈൽ ആപ്പ് വഴി ആരതി നിരന്തരം വായ്പ എടുത്തിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഇന്നലെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തന്നെ ആരതിയുടെ ഫോണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിരന്തരം കഴിഞ്ഞ കുറേ കാലമായി ഈ മൊബൈൽ ആപ്പ് വഴി വായ്പ എടുക്കുകയായിരുന്നു. തിരിച്ചടവ് മുടങ്ങുമ്പോൾ അതിൻ്റെ പലിശ കൂടും. അവ ഭീഷണി വരുമ്പോൾ മറ്റ് പലയിടങ്ങളിൽ നിന്നും കടം വാങ്ങിയും മറ്റും ഈ പണം അടയ്ക്കുകയും പലതും മുടങ്ങുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില വാട്സപ്പ് സന്ദേശങ്ങൾ ആരതിക്ക് ലഭിച്ചിരുന്നു. അതും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ആരതിയുടെ ഫോണിൽ നിന്ന്. ആരാണിതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. സാധാരണ തരത്തിൽ മൊബൈൽ ആപ്പിൽ ജീവിതം കുരുങ്ങുന്ന ആളുകളൊക്കെ തന്നെ നിരവധി പേർ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആരാണിതിന് പിന്നിലെന്ന് കൃത്യമായൊരു തുമ്പ് ഇതുവരെയും ലഭിക്കാറില്ല. എന്ന് മാത്രമല്ല, ഏതായാലും പോലീസ് ഇപ്പോൾ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കുക. കുടുംബം പറയുന്നത് ആരതിയുടെ അക്കൗണ്ടിൽ 3 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. നിലവിൽ അക്കൗണ്ട് കാലിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റേതെങ്കിലും ഈ ഓൺലൈൻ മൊബൈൽ ആപ്പുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഓൺലൈൻ വഴി നടത്തിയിട്ടുണ്ടോ? ഗെയിമുകളിലോ ഓൺലൈൻ ഗെയിമുകളിലോ മറ്റു ട്രേഡിംഗ് സംവിധാനങ്ങളിലോ പൈസ നിക്ഷേപിക്കുകയും ആ തരത്തിൽ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായൊരു പരിശോധന അനിവാര്യമാണ്. അതിന് പോലീസ് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്, പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം, ഓൺലൈൻ ആപ്പ് വഴി മൊബൈൽ ആപ്പ് വഴി വായ്പ എടുത്തിട്ടുണ്ട്, അത് മുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഭീഷണി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ആരതിയുടെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് അടക്കം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോണുകളിലേക്ക്, നമ്പറുകളിലേക്ക്, ഒപ്പം മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ആരതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ആരതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ആരതിയുടെ ഭർത്താവ് കഴിഞ്ഞ കുറേ കാലം നാട്ടിലായിരുന്നു. അദ്ദേഹം ചില ബിസിനസ്സൊക്കെ ചെയ്ത് പൊളിഞ്ഞ് പാളീസായി കടം കയറി അദ്ദേഹം പിന്നീട് വിദേശത്തേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഗൾഫിലായിരുന്നു. ആ കടമൊക്കെ വീട് വരികയായിരുന്നു, ബാധ്യതകളൊക്കെ മാറി വരികയായിരുന്നു. 2 മാസം മുന്നിലാണ് ഏറ്റവും ഒടുവിൽ ആരതിയുടെ ഭർത്താവ് നാട്ടിൽ വന്ന് മടങ്ങിയത്. നിലവിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും തന്നെ കുടുംബത്തിനില്ലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടി ആരതി ഇത്തരത്തിൽ ഓൺലൈൻ വായ്പ ആപ്പുകളെ ആശ്രയിച്ചു എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ ഗെയിമൊക്കെ ഇക്കാര്യത്തിൽ വില്ലനായിട്ടുണ്ടോ എന്നതിലടക്കമുള്ള സമഗ്രമായൊരു പരിശോധന വേണം. അതിന് ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കുകയും വേണം. സ്മൃതി, ശരി, അന്വേഷണം പുരോഗമിക്കുകയാണ്. പലതരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നു. അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.